ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ജ്വൽ ബേബീസ് വേൾഡ്. വീട്ടിൽ ഒത്തിരി എക്സസ് ആയിട്ട് നമുക്ക് റോസാപ്പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല റോസ് വാട്ടർ ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള റോസാപ്പൂക്കളാകുമ്പോൾ നമ്മൾ അതിനകത്ത് കീടനാശിനികളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അത് വെച്ചിട്ട് റോസ് വാട്ടർ ഉണ്ടാക്കുമ്പോൾ ആ റോസ് വാട്ടർ ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ഇന്ന് വീട്ടിൽ 2 റോസാപ്പൂക്കൾ കിട്ടി. അപ്പോൾ അത് ഒരു 2 ദിവസം കഴിയുമ്പോഴേക്കും കൊഴിഞ്ഞു പോകുമല്ലോ. അപ്പോൾ ആ കൊഴിയാറാകുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ പെറ്റൽസ് എല്ലാം എടുത്തിട്ട് നമുക്ക് റോസ് വാട്ടർ ഉണ്ടാക്കി നോക്കാം. ഈ റോസ് വാട്ടർ വേറൊരു സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടു. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് കണ്ടിട്ട് തിരിച്ചെത്താം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ റോസ് വാട്ടർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ ഒരു ഗുണങ്ങളും നഷ്ടപ്പെടാതെ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. 2-3 ദിവസം കഴിയുമ്പോൾ അത് എടുത്ത് മാറ്റണം. ഒരാഴ്ച കഴിഞ്ഞ് പോയാൽ അത് ചീഞ്ഞു പോകും, അതിൻ്റെ ഗുണങ്ങളും പോകും, അതിന് വേറൊരു ബാഡ് സ്മെല്ലും വരും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഇത് നല്ല റോസ് കളറുള്ള റോസാപ്പൂക്കളാണ് എൻ്റെ വീട്ടിലുള്ളത്. ഈ റോസ് കളറിനേക്കാളും നല്ല റെഡ് കളറാണെങ്കിൽ നല്ല റെഡ് കളറുള്ള റോസ് വാട്ടർ തന്നെ നമുക്ക് കിട്ടും. വരണ്ട ചർമ്മത്തിനുള്ള ഒരു നല്ല പരിഹാരം കൂടിയാണ് റോസ് ഇതളുകൾ ചേർത്ത വെള്ളം കൊണ്ട് മുഖം കഴുകുന്നത്. അതുപോലെ ചർമ്മത്തിലുണ്ടാകുന്ന മുറിവുകളും മറ്റും സുഖപ്പെടുത്താനായിട്ടും ഈ റോസ് ഇതളുകൾ ഇട്ട വെള്ളം നല്ലതാണ്. പെറ്റൽസ് എല്ലാം എടുത്ത് നമുക്ക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴുകി കളയാം കേട്ടോ. കഴുകി കളഞ്ഞതിന് ശേഷം എടുത്ത പെറ്റൽസ് ആണ് ഇത്. ഇനി ഇത് നമുക്ക് വേണ്ടത് 1 ഗ്ലാസ് വെള്ളം. 1 ഗ്ലാസ് നിറയെ വേണ്ട, ഒരു 1/4 ഭാഗത്തോളം മതി. ആ വെള്ളത്തിലേക്ക് ഈ പെറ്റൽസ് എല്ലാം ഇട്ട് കൊടുക്കണം. എന്നിട്ട് മുക്കി വെച്ച് കഴിഞ്ഞാൽ അത് താഴേക്ക് പൊക്കോളും. ഇനി ഈ പെറ്റൽസ് നമുക്ക് പൊടിയൊന്നും കയറാതെ അതുപോലെ ഈച്ചയൊന്നും കയറാതെ മൂടി വയ്ക്കാം. ഒരാഴ്ചത്തേക്ക് നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ ചില പെറ്റൽസ് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വെള്ളത്തിൽ നല്ല ഡൈല്യൂട്ടായിട്ട് അതിൻ്റെ ആ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതിൻ്റെ പെറ്റൽസിലെ തന്നെ ഫുൾ എല്ലാം തന്നെ ഈ വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ടാവും. പെറ്റൽസ് ഇങ്ങനെ ഒരു വൈറ്റ് പാറ്റേണിലിരിക്കും. അതിൻ്റെ ആ റോസ് കളറും എല്ലാം തന്നെ പെറ്റൽസിൽ ഈ വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേരും. അപ്പോൾ ആ ഒരു അവസ്ഥ ചീഞ്ഞു പോകരുത്, അതിന് തൊട്ട് മുമ്പുള്ളൊരവസ്ഥ. ആ അവസ്ഥയിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. ചില പെറ്റൽസിന് ഒരു 2-3-4 ദിവസം മതി കേട്ടോ. ഒരാഴ്ച പോലും വെക്കണം എന്നില്ല. ഒരു 3-4 ദിവസം കഴിയുമ്പോഴേക്കും ആ പെറ്റൽസിലെ എല്ലാം തന്നെ ഈ വെള്ളത്തിലേക്ക് ഡൈല്യൂട്ട് ആയിട്ടുണ്ടാവും. പെറ്റൽസ് എന്നാൽ ചീഞ്ഞു പോകാനും പാടില്ല. അതിന് തൊട്ട് മുമ്പുള്ള ആ സ്റ്റേജ്, ഈ ഒരു സ്റ്റേജ് കണ്ടോ, അതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേജ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഊറ്റിയെടുക്കാം. നല്ലൊരു സ്കിൻ ടോണറാണ് കേട്ടോ റോസാപ്പൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇതളുകൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ഈ റോസ് വാട്ടർ നമുക്ക് സ്കിന്നിന് നല്ലൊരു സ്കിൻ ടോണറായിട്ട് ഉപയോഗിക്കാം. ഊറ്റിയെടുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ആ റോസിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. ഈ വെള്ളം കൊണ്ട് മുഖം കഴുകാം. ഇത് നമുക്ക് ഇനി പ്രിസർവ് ചെയ്ത് വെക്കാനും വേറെ ഒന്നും തന്നെ ഇതിനകത്ത് ചേർക്കേണ്ടതില്ല. നല്ല ഒരു ബോട്ടിലെടുത്താൽ മതി. ഒരു ബോട്ടിലെടുത്ത് അതിൻ്റെ ആ ബോട്ടിലിലെ വെള്ളമയം എല്ലാം കളഞ്ഞ് നല്ല ഉണക്കിയ ഒരു ബോട്ടിലാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ റോസ് വാട്ടർ നമുക്ക് ആ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇത് സാധാരണ എല്ലാവരും തിളപ്പിച്ചൊക്കെയാണ് എടുക്കുന്നത് കണ്ടിട്ടുള്ളത്. തിളപ്പിച്ചെടുക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ഗുണങ്ങൾ തിളപ്പിച്ചെടുക്കുമ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ശരിക്കുള്ളൊരു കറക്റ്റായിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും തന്നെ നഷ്ടപ്പെടുന്നില്ല. എല്ലാം ഈ വെള്ളത്തിലേക്ക് വന്നു കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ഇതും കൊണ്ട് മുഖമൊക്കെ കഴുകാം കേട്ടോ. ഈ റോസ് വാട്ടർ നമുക്ക് ഫേസ് പാക്കിൽ അപ്ലൈ ചെയ്യാം. അല്ലാതെ തന്നെ പഞ്ഞി ഉപയോഗിച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫേസിൽ ചുമ്മാ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് വെച്ച് മുഖം കഴുകാം. നമ്മുടെ സ്കിൻ നന്നായിട്ട് നല്ല പോലെ തിളങ്ങും, നല്ല സോഫ്റ്റ് ആവും. ഞാനിപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും നോക്കട്ടെ. നമ്മുടെ റോസ് വാട്ടർ ആണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. മണത്തോടെ ശരിക്കും ആ റോസിൻ്റെ നല്ല സ്മെല്ലാണ്. അപ്പോൾ 2 രീതിയിലും ഉണ്ടാക്കാമെന്ന് മനസ്സിലായില്ലേ. ഒന്ന് നമുക്ക് തിളപ്പിച്ചിട്ടും ഉണ്ടാക്കാം, ഒന്ന് തിളപ്പിക്കാതെയും ഉണ്ടാക്കാം. ആ പ്യുവർ ആയിട്ടുള്ള ആ ഒരു സത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ സ്കിന്നിലും അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഫേസ് പാക്കില്ലേ, ആ ഫേസ് പാക്കിലും എല്ലാം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ സൂക്ഷിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും അതിനകത്ത് ഇരുന്നോളൂ. സ്മെല്ലൊന്നും നഷ്ടപ്പെടില്ല. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചർമ്മത്തിലെ മൃതകോശങ്ങൾ നീക്കം ചെയ്യാനുള്ളൊരു വഴി കൂടിയാണ് ഈ റോസ് വാട്ടർ പഞ്ഞിയിൽ മുക്കി നമ്മുടെ മുഖത്തും കയ്യിലെയും എല്ലാം കരിവാളിപ്പ് മാറാനും കയ്യിലും എല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാം.
അതുപോലെ തന്നെ റോസ് ഇതളുകൾ ഇട്ട വെള്ളം കൊണ്ട് മുടി കഴുകുന്നത് മുടിയുടെ വളർച്ച ത്വരിതപ്പെടുത്തും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. റോസ് ഇതളുകൾ ഇട്ട വെള്ളം കൊണ്ട് മുടി കഴുകുന്നത് മുടിയുടെ വളർച്ച കൂട്ടാനായിട്ട് നല്ലൊരു മാർഗ്ഗമാണ്. അതുപോലെ മറ്റൊന്ന് ക്ലെൻസർ. ഇപ്പോൾ റോസ് ഇതളുകൾ കലർത്തിയ വെള്ളം കൊണ്ട് മുഖം കഴുകുന്നത് മുഖത്ത് നല്ലൊരു ക്ലെൻസിങ് എഫക്റ്റ് നൽകും. നല്ലൊരു ക്ലെൻസർ കൂടിയാണ് റോസ് ഇതളുകൾ ഇട്ട വെള്ളം. അതുപോലെ മുഖക്കുരു പോലുള്ള ചർമ്മ പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരം കൂടിയാണ് ഈ റോസ് ഇതളുകൾ. ഇവ അരച്ച് മുഖത്ത് പുരട്ടുന്നതോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ തയ്യാറാക്കിയ ഈ ഒരു റോസ് വാട്ടറിൻ്റെ വെള്ളം കൊണ്ട് മുഖം കഴുകുന്നതുമെല്ലാം ഗുണം ചെയ്യും. അതുപോലെ കണ്ണിനടിയിലെ കറുപ്പ് അകറ്റാനുള്ള നല്ലൊരു വഴി കൂടിയാണ് റോസ് ഇതളുകൾ. ഈ റോസ് ഇതളുകൾ നമുക്ക് അരച്ച് കണ്ണിനടിയിൽ വെച്ചാൽ തന്നെ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുണ്ടാക്കിയ ഈ റോസ് വാട്ടർ കണ്ണിന് അടിയിലെ കറുപ്പ് അകറ്റാനായിട്ടും സഹായിക്കും. അപ്പോൾ വീഡിയോ കണ്ടല്ലോ, ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും റോസ് വാട്ടർ. ഈ റോസ് വാട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫേസ് പാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കീടനാശിനികളൊന്നും ഇല്ലാത്ത നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു റോസ് വാട്ടർ നമുക്ക് കിട്ടും. ഫേസ് പാക്കിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചുമ്മാ നമുക്ക് മുഖമൊക്കെ ഒന്ന് റബ്ബ് ചെയ്യാനൊക്കെ ആയിട്ട് ആ റോസ് വാട്ടർ ഉപയോഗിക്കാം. റോസിൻ്റെ ഒരു ഗുണവും പോകാതെയാണ് ഈ റോസ് വാട്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന റോസാപ്പൂ ആകുമ്പോൾ ഒരു കീടനാശിനികളും ഇല്ലാത്തതാണ്. നമുക്ക് നന്നായിട്ട് തന്നെ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. എന്നിട്ട് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട കേട്ടോ. പിന്നെ മറക്കല്ലേ, എല്ലാ ദിവസവും വൈകിട്ട് 4 മണിക്ക് പുതിയ വീഡിയോസുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ. താങ്ക് യു ഫോർ വാച്ചിങ് ജ്വൽ ബേബീസ് വേൾഡ്. ബൈ.